ഇവിടുത്തെ ഈ പ്രകൃതി ഭംഗി നമുക്ക് എത്ര ആസ്വദിച്ചാലും മതിയായിരിക്കും. പരുന്തുംപാറയിലെ വൈകുന്നേരം ഒരു രക്ഷയില്ല. പൈൻ ഫോറസ്റ്റ് അടിപൊളിയല്ലേ? എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നാച്ചുറൽ ആൻഡ് ട്രാവൽ ലവേഴ്സ് ബ്ലോഗ് നാലോ ട്രാവലിയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. പച്ചപ്പ് നിറഞ്ഞ മനോഹരമായ ഈ മലനിരകൾ താണ്ടി ഞങ്ങളിന്ന് യാത്ര ചെയ്യുന്നത് വാഗമണിലേക്കാണ്. ഞാൻ മാത്രമല്ല, ഞങ്ങൾ ഒരുപാട് പേരുണ്ട്. ഇന്നൊരു ടൂറിസ്റ്റ് ബസ്സിലാണ് ഞങ്ങളുടെ യാത്ര. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വാഗമണിലെ കാഴ്ചകളും വിശേഷങ്ങളുമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് കാഴ്ചകളിലേക്ക് പോകാം. നമ്മളിപ്പോൾ വാഗമൺ പോകുന്ന വഴിക്ക് വളഞ്ഞെങ്ങാനം എന്ന് പറയുന്ന സ്ഥലത്ത് റോഡ് സൈഡിലുള്ള ഒരു വാട്ടർഫോൾ ആണത് ഇതായി കാണുന്നത്. അപ്പോൾ എല്ലാവരും ഇവിടെ നിർത്തി ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. അടിപൊളിയാണ്. നല്ല മഴയുള്ള സമയമാണെങ്കിൽ നല്ല രീതിയിൽ വെള്ളം ഒഴുകും. അപ്പം കുറച്ചുകൂടി ഭംഗിയായിരിക്കും. കണ്ടില്ലേ, ഒത്തിരി പേരുണ്ട് ഇവിടെ. ഇവിടെ റോഡിൽ നല്ലൊരു വളവുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ നമ്മളിവിടെ വാഹനം നിർത്തിയിട്ട് ഇറങ്ങുമ്പോഴത്തേക്ക്, കൊച്ചു കുട്ടികളൊക്കെ ആയിട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. കണ്ടില്ലേ, വാഗമണിലേക്ക് പോകാൻ വരുന്ന ഒട്ടുമിക്ക ടൂറിസ്റ്റുകളും ഇവിടെ നിർത്തിയിട്ടേ പോവുള്ളൂ കേട്ടോ. കണ്ടില്ലേ, വാഹനങ്ങൾ ഒരുപാട് കിടക്കുന്നുണ്ടോ. അപ്പോൾ നമ്മൾ വാഗമൺ പോകുന്ന വഴിക്ക് വളഞ്ഞെങ്ങാനം വാട്ടർഫോൾസ് കണ്ടിട്ട് അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോവുകയാണ്. ഇപ്പോൾ നമ്മൾ കുട്ടിക്കാനം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. കുട്ടിക്കാനത്ത് കാപ്പി പിടിക്കാനായിട്ട് തുടങ്ങി. ഇവിടെ തേയിലയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കാണിച്ചു തരാം. കുട്ടിക്കാനം റൈസ് ബോൾ എന്ന് പറയുന്നൊരു ഹോട്ടലിലാണ് നമ്മൾ കയറിയത്. അത്ര വലിയ സംഭവമല്ല, എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഹോട്ടൽ. അങ്ങനെ ഞങ്ങൾ വളരെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു പുറത്തിറങ്ങി. ഇവിടെ മനോഹരമായിട്ടുള്ളൊരു പള്ളിയുണ്ട്. ഒരുപാട് പേര് അവിടെ വന്ന് ഫോട്ടോസൊക്കെ എടുത്തു. ഇതിന് പിറകിലായിട്ട് തേയില കൃഷിയൊക്കെ ഉണ്ട്. അപ്പോൾ പോകുന്ന വഴിയിൽ ഇത്തരത്തിലുള്ള ഒരുപാട് കാഴ്ചകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യാം. അപ്പോൾ നമ്മളിനി കുട്ടിക്കാനത്തുനിന്ന് വാഗമണിലേക്ക് പോവുകയാണ്. വളരെ മനോഹരിയായി ഒരുങ്ങി നിൽക്കുന്ന മലനിരകളും നീലാകാശവും തേയില കൃഷിയുമൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് പതിയെ വാഗമൺ കുന്നുകൾ കയറാം.
അപ്പോൾ ഞങ്ങൾ തേയിലത്തോട്ടത്തിൻ്റെ നടുവിലൂടെ ഒത്തിരി ദൂരം സഞ്ചരിച്ചു. ഇപ്പം ഏലപ്പാറ എന്ന് പറയുന്നൊരു വില്ലേജിലെത്തിയിട്ടുണ്ട്. അത്യാവശ്യം കടകളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. വളരെ പ്രകൃതി രമണീയമായിട്ടുള്ളൊരു വില്ലേജ്. ഇത്രയും സമയം ഞങ്ങൾ കയറ്റം ഇറങ്ങുകയായിരുന്നു. ഇനിയിപ്പോൾ ഈ ഏലപ്പാറയിൽ നിന്നും ഒരു കയറ്റം കയറാൻ പോവുകയാണ്. അവിടെയും വരുന്ന വഴിയിൽ കണ്ടതിനെക്കാട്ടി അതിമനോഹരമായിട്ടുള്ള ഇത്തരത്തിലുള്ള കാഴ്ചകളാണ്. അപ്പോൾ അത് നമുക്ക് കണ്ടിരിക്കാം. ഗ്ലാസ് ബ്രിഡ്ജ്, അഡ്വഞ്ചർ പാർക്ക് എന്നിവയൊക്കെ കാണാൻ വേണ്ടി നമ്മൾ അതിൻ്റെ മെയിൻ എൻട്രൻസ് ചെന്നപ്പോഴത്തേക്ക് അതുവഴി വാഹനം കയറ്റി വിടുന്നില്ല, തിരക്ക് കാരണം. അപ്പോൾ മറ്റൊരു വഴി പറഞ്ഞു തന്നു, അതുവഴിയെ നമ്മൾ അകത്തേക്ക് പോവുകയാണ്. നമ്മളെ വണ്ടിക്ക് ചെറിയൊരു പാസ് അടയ്ക്കണം, അപ്പോൾ അതിനു വേണ്ടി പോവുകയാണ്. ഞങ്ങൾക്ക് മുന്നേ വന്ന വാഹനങ്ങളായി കിടക്കുന്നത്. ഇതുപോലെ ഒത്തിരി വാഹനങ്ങളുണ്ട്. എന്തായാലും നല്ല തിരക്കാണ്. ₹1000 അല്ലേ? 1000 രൂപ. അപ്പോൾ നമ്മുടെ വലിയ വണ്ടിക്ക് 1000 രൂപയാണ് ഒരു എൻട്രി പാസ്സായിട്ട് മേടിച്ചിരിക്കുന്നത്. പിന്നെ അതിനകത്തുള്ള ആൾക്കാരുടെയും കൂടെ പാസ്. എങ്ങും നല്ല പുൽത്തകിടികളാണ്. ഇവിടെ പാരാഗ്ലൈഡിംഗ് ഒക്കെ നടക്കുന്ന ഏരിയയാണ്. കണ്ടില്ലേ? വരുന്ന വഴിയിൽ കണ്ടിരുന്നു. ഇനിയും അങ്ങോട്ട് ഇതുപോലെ നമുക്ക് കാണാൻ കഴിയും. ഈ കാണുന്നതൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട കെട്ടിടങ്ങളാണെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് ഇറങ്ങേണ്ട സ്ഥലം എത്താറായി. ഇവിടെ നിന്നങ്ങോട്ട് ആ മലയിലേക്ക് പോകാനായിട്ടൊരു മൺപാതയൊക്കെ ഉണ്ട്. അപ്പം ഇതുവഴിയായിരിക്കും വാഹനങ്ങളൊക്കെ ആ പാരാഗ്ലൈഡിങ് നടക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നത്. ഇവിടെ എല്ലാം നല്ല വ്യൂ പോയിന്റുകളാണ്. ഇവിടെയൊക്കെ ഇതേപോലെ ധാരാളം ഇരിപ്പിടങ്ങൾ കെട്ടിയിട്ടിട്ടുണ്ട്. ഇവിടെ ഇരുന്ന് നമുക്ക് ഇവിടുത്തെ പ്രകൃതി ഭംഗി ആസ്വദിക്കാം, ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാം. അപ്പോൾ നമ്മളെന്തായാലും ഇവിടെ എത്തി, ഓരോരുത്തരായിട്ട് ഇറങ്ങിയാണ്. വരുന്ന വഴിയിൽ റോഡ് അല്പം ഇടുങ്ങിയതാണെങ്കിലും ഇവിടെ വിശാലമായിട്ടുള്ളൊരു പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അഡ്വഞ്ചർ പാർക്കിലോട്ട് പോവുകയാണ്. നല്ല വെയിലുണ്ട് കേട്ടോ. പിന്നെ ചെറിയ തണുത്ത കാറ്റുള്ളത് കൊണ്ട് ചൂട് അറിയുന്നില്ല. കുട്ടികളുടെ കളിപ്പാട്ടമൊക്കെ ധാരാളമുണ്ട്. ഇവിടെ അത്യാവശ്യം സ്നാക്സും ചായയൊക്കെ കിട്ടുന്ന കടകളുണ്ട് കേട്ടോ. അപ്പം ഇവിടെ നിന്ന് ഈ അഡ്വഞ്ചർ പാർക്കിലേക്ക് പോകാനായിട്ട് നല്ല കോൺക്രീറ്റ് റോഡുണ്ട്. അപ്പോൾ ഇതുവഴി നടന്ന് നമുക്ക് അങ്ങോട്ട് പോകാം. നല്ല വെയിലടിക്കുന്നതുകൊണ്ട് ഇവിടെ വന്നവരൊക്കെ ഒരു തൊപ്പി ദിവസം മേടിച്ച് കേട്ടോ. അപ്പോൾ ഞാനും ഒരെണ്ണം വാങ്ങാം. ഒരു തൊപ്പി എങ്ങനെ മേടിച്ച്, അല്ലാതെ ഇവിടുത്തെ വെയിൽ താങ്ങാൻ പറ്റില്ല കേട്ടോ. ഞാനും പ്രസന്നനും കൂടി നമ്മള് അഡ്വഞ്ചർ പാർക്ക് കാണാൻ പോവുകയാണ്. ഞാൻ വാഗമൺ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പൊ എന്തായാലും കൊള്ളാം. വാ. നമ്മളിങ്ങോട്ട് വന്ന വഴിയിലെ കെട്ടിടങ്ങളും മലനിരകളും കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ? അനു കൊള്ളാമോ? ഇഷ്ടപ്പെട്ടോ ഇവിടെ? ഇങ്ങോട്ട് നോക്കടാ. അതിരാവിലെ തന്നെ വീട്ടിൽ നിന്ന് പുറപ്പെട്ട ക്ഷീണം രണ്ടുപേരൊക്കെ ഉണ്ട്. കുട്ടികളുടെ പാർക്കാണ്. എന്തായാലും കൊള്ളാം. എന്തായാലും ഈ മലമുകളിലെ കുട്ടികളുടെ പാർക്ക് അതിമനോഹരമായിട്ടുണ്ട്. ചൂടുണ്ടെങ്കിലും തണുത്ത കാറ്റുള്ളതുകൊണ്ട് കുട്ടികളൊക്കെ വളരെ ഹാപ്പിയാണ്. ഇങ്ങോട്ടേക്ക് ആരും വരുന്നില്ല. ഇവിടെ കുറച്ചുകൂടി അഡ്വഞ്ചറായിട്ടുള്ള കളികളാണ്
അപ്പം അതുകൊണ്ടായിരിക്കും രക്ഷകർത്താക്കൾ കുട്ടികളെ ഇങ്ങോട്ട് കൊണ്ടുവരാത്തത് എന്ന് തോന്നുന്നു. ഇവിടെ കൊണ്ടുവന്ന കുട്ടികൾക്ക് അഡ്വഞ്ചർ വാക്കിങ്ങൊക്കെ നടത്താം, നല്ല രസമായിരിക്കും. ഫോട്ടോസിനും വീഡിയോസിനൊക്കെ പറ്റിയ ഒരു സ്പോട്ടാണ് ആ കാണുന്നത്. ഒരു ബ്രിഡ്ജൊക്കെ അവിടെ പണിതിട്ടുണ്ട്, അതെന്തായാലും കൊള്ളാം. അപ്പോൾ കുട്ടികളുമായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ അഡ്വഞ്ചർ പാർക്കിൽ നമുക്ക് സമയം സ്പെൻഡ് ചെയ്യാം, കുട്ടികൾക്ക് സന്തോഷമാവും. അടിപൊളി സ്ഥലം കേട്ടോ, കണ്ടില്ലേ, സൂപ്പറല്ലേ. ഇവിടെ നിന്ന് അങ്ങോട്ട് നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. അങ്ങോട്ടേക്ക് പോകുന്തോറും മലനിരകൾ നീല നിറത്തിൽ കാണുന്നത് കണ്ടോ. ഇനി കുറേ അങ്ങോട്ട് നടക്കാനുണ്ട്, അവിടെയാണ് ആക്ടിവിറ്റീസൊക്കെ മുഴുവൻ നടക്കുന്നത്. അതാ ഇവിടെ നിന്ന് കണ്ടോ ഒരു പാരാഗ്ലൈഡിങ് നടത്തിയ ഒരാൾ വരുന്നത് കണ്ടോ. അയാൾക്ക് ഇതിൽ നല്ല പരിജ്ഞാനമുള്ള ആളാണെന്ന് തോന്നുന്നു. ഒറ്റയ്ക്കേ ഉള്ളൂ, എന്തായാലും കൊള്ളാം. 3500 മുതൽ 6000 രൂപ വരെയാണ് പാരാഗ്ലൈഡിങ് നടത്തുന്നതിനെന്ന് അവിടെ പറയുന്നത് കേട്ടു. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്തിനനുസരിച്ചും ചിലപ്പോൾ റേറ്റ് മാറാനുള്ളൊരു സാധ്യതയുണ്ട്. എന്തായാലും ഇതിൽ കയറി കഴിഞ്ഞാൽ ഏകദേശം ഈ പ്രദേശം മുഴുവൻ നമുക്ക് കാണാൻ പറ്റും. ഈ പാരാഗ്ലൈഡിങ് നടത്തുന്നതിൻ്റെ താഴെ കണ്ടോ, അതാണ് ഗ്ലാസ് ബ്രിഡ്ജ്. അതിനടുത്തൊക്കെ പോയി നമുക്ക് കാണാം. പിന്നെ അതുപോലെ തന്നെ സ്കൈ സൈക്ലിങ്ങും ഊഞ്ഞാലാട്ടവും ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം. സൂപ്പറല്ലേ, നമുക്ക് ഇതിൻ്റെ ഒന്നിലും കയറിയില്ലെങ്കിലും ഇതിൻ്റെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കാം. കൊള്ളാമോ? പാരാഗ്ലൈഡിങ്ങിൽ കയറണോ? ശുഭണ്ണ അതിൽ കയറി ഒന്ന് പറന്നാ എന്ത് പാരാഗ്ലൈഡിങ്ങില്? അതിൽ ടിക്കറ്റ് എടുത്തിരിക്കണോ? ഈ മുണ്ട് പറ്റൂലല്ലേ, മുണ്ട് കാറ്റത്ത് പറന്നു പോകൂലേ? ഇവിടെ സ്കൈ സൈക്ലിങ്ങിൻ്റെ അവസാന ഭാഗമാണ്. അപ്പുറത്തു നിന്നാണ് ഇങ്ങോട്ട് വരുന്നത്. ആ റോപ്പ് വഴി വരും കണ്ടോ, അവിടെ നിന്ന് ആ റോപ്പ് വഴി ഇവിടെ വരും സ്കൈ സൈക്ലിങ്. ഇവിടെ നിന്ന് ആ കാണുന്ന മലയുടെ അങ്ങ് എൻഡിൽ പോകണം, അതുവരെ ഉണ്ട് കാഴ്ചകൾ. ഇപ്പോൾ നല്ല കാലാവസ്ഥയും സെക്കൻഡ് സാറ്റർഡേയും കൂടെ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട്, കണ്ടില്ലേ അവിടത്തേക്ക് തിരക്ക് കണ്ടോ. ഇവിടെ ഒരു ഫിഷ് സ്പാ ഒക്കെ ഉണ്ട്, ഫിഷ് സ്പാ. അപ്പം ഇവിടെ ഉള്ളതിൻ്റെയൊക്കെ ഏകദേശം പിക്ചർ ഇവിടെ വെച്ചിട്ടുണ്ട്. റോക്കറ്റ് ഇജക്ടർ, ജൈന്റ് സ്വിംഗ്, സ്കൈ റോളർ, ഫ്രീ ഫാൾ, സ്കൈ സൈക്ലിംഗ്, ഗ്ലാസ് ബ്രിഡ്ജ്. സ്കൈ സൈക്ലിങ്ങിൻ്റെ തിരക്കാണ് നമ്മൾ അവിടെ കാണുന്നത്, കണ്ടോ നല്ല തിരക്കുണ്ട്. ഇവിടുത്തെ കോമൺ ആക്ടിവിറ്റീസിൻ്റെ ഇപ്പോഴുള്ള ഏകദേശം ഒരു പ്രൈസ് ഞാൻ കാണിക്കാം, ഓഫർ ഉൾപ്പെടെയുള്ളത്. അതാണ് ഗ്ലാസ് ബ്രിഡ്ജ്. ഇനി നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അങ്ങോട്ട് പോയിട്ട് വരാം. അതിൽ ഒരാൾക്ക് 250 രൂപയാണ് ടിക്കറ്റ് ചാർജ് കേട്ടോ. ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് പോകുമ്പോഴത്തേക്ക് സ്കൈ സൈക്കിളിൻ്റെ ഇങ്ങനത്തെ ഒരു വിഷ്വൽ കാണാൻ നല്ല ഭംഗിയുണ്ട് കണ്ടോ. ഈ റോപ്പിന് കീഴിൽ കൂടെയാണ് നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിലോട്ട് പോകുന്നത്. കേരളത്തിലെ ആദ്യത്തെ ഗ്ലാസ് ബ്രിഡ്ജാണ് വാഗമണിൽ നമ്മൾ ഈ കാണുന്നത്. പൊതുവേ വാഗമൺ എന്ന് പറയുന്നെങ്കിലും ഈ സ്ഥലത്തിന് രസകരമായിട്ടുള്ളൊരു പേരുണ്ട് കേട്ടോ, അതാണ് കോലാഹലമേട്. ഈ കാണുന്നുണ്ടോ, അതിൻ്റെ മുകളിൽ നമ്മൾ നടന്നു വന്ന ആ കോൺക്രീറ്റ് റോഡാണ്. അപ്പം അവിടെ നിന്ന് താഴെ ഭാഗത്താണ്, നമ്മൾ അവിടെ നോക്കിയപ്പോൾ കണ്ടായിരുന്നല്ലോ, അതിൻ്റെ താഴെ ഭാഗത്താണ് ഈ ഗ്ലാസ് ബ്രിഡ്ജ് ഉള്ളത്. ഇതിന് 40 മീറ്ററോളം നീളമുണ്ട് കേട്ടോ ഈ ഗ്ലാസ് ബ്രിഡ്ജിന്. ഏകദേശം 3 കോടി രൂപ ചിലവാക്കിയാണ് ഈ ഗ്ലാസ് ബ്രിഡ്ജ് നിർമ്മിച്ചിരിക്കുന്നത്. 2023 ഇത് പൊതുജനങ്ങൾക്കായിട്ട് തുറന്നു കൊടുത്തത്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 3500 അടി ഉയരത്തിലാണ് ഈ ഗ്ലാസ് ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്നത്.
നമ്മൾ വന്ന മെയിൻ റോഡ് ഗ്ലാസ് ബ്രിഡ്ജ് നിൽക്കുന്നതിനെക്കാട്ടി ഒരുപാട് ഉയരത്തിലാണ് നിൽക്കുന്നത്. ഒരുപക്ഷെ അവിടെയായിരുന്നു ഗ്ലാസ് ബ്രിഡ്ജെങ്കിൽ 3500 അടി എന്നുള്ളത് അതിന് മേളിൽ പോയേനെ. ജർമ്മൻ നിർമ്മിതമായിട്ടുള്ള 40 mm 5 ഗ്ലാസ് പാളികളാണ് ഇതിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജ് എല്ലാവരും കണ്ടില്ലേ? അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്ക് അതിൽ പോയി കയറണം കേട്ടോ. ഗ്ലാസ് ബ്രിഡ്ജിലോട്ട് വരുന്ന വഴിയിൽ ഊഞ്ഞാലാട്ടമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഓണത്തിന് ഊഞ്ഞാലാടാൻ പറ്റിയില്ലെന്നുള്ളൊരു പരിഭവം ഇതിൽ കയറി ആടി അങ്ങ് മാറ്റാം. അപ്പോഴേ ഈ ഭാഗത്തേക്കുള്ള ആക്ടിവിറ്റീസിൻ്റെ പേരുകൾ ഒന്നുകൂടി വായിച്ചോ. ഇനി നമുക്ക് ഇവിടെ നിന്ന് താഴേക്ക് നടന്ന് അങ്ങോട്ടുള്ള കാഴ്ചകൾ എന്തെല്ലാം ഉണ്ടെന്ന് നോക്കാം. അവിടെ കുറച്ചുകൂടെ നല്ല പച്ചപ്പുള്ള സ്ഥലം കേട്ടോ. നമുക്ക് അങ്ങോട്ട് നടന്നിട്ടില്ല. ഇവിടെ ഇഷ്ടം പോലെ ടീ ഷോപ്പൊക്കെ ഉണ്ട്. ഈ കാണുന്ന മലയുടെ മുകളിലും ഒരു വാച്ച് ടവറുണ്ട്. ഇവിടെ ഒരുപാട് വഴികളുണ്ട്. എങ്ങോട്ട് നോക്കിയാലും നല്ല ഭംഗിയാണ്. അതുകൊണ്ട് എങ്ങോട്ട് പോകണമെന്ന് ആ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുകയാണ്. കേരള ലൈവ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡ് മോഡേൺ ബുൾ മദർ ഫാം. പശുക്കളൊക്കെ അവിടെ നിന്ന് മേയുന്നുണ്ട് കേട്ടോ. മനോഹരമായിട്ടുള്ളൊരു കാഴ്ച. കന്നുകാലികൾ ഇങ്ങനെ ഈ പച്ചപ്പ് നിറഞ്ഞ സ്ഥലത്തൂടെ വരുന്ന കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. ഇത് നമ്മുടെ സാധാ ഐറ്റം പശുക്കളല്ല കേട്ടോ. ഇത് വേറെന്തോ ഐറ്റമാണ്. എന്റെ കൊമ്പൊക്കെ കണ്ടോ? ചെറിയ പശുക്കളാണ് കേട്ടോ. പക്ഷേ വെച്ചൂർ പശുവിൻ്റെ അത്രയും ചെറുതല്ല, അതിനെക്കാട്ടി കുറച്ചുകൂടി വലിപ്പമുണ്ട്. എന്നാൽ നമ്മുടെ നാടൻ പശുവിൻ്റെ അത്രയും വലിപ്പം ഇല്ല എന്തായാലും. ഇവിടെ 12D സിനിമ ആൻഡ് ഹൊറർ ഹൗസ് ആണിത് കേട്ടോ. അപ്പൊ അവിടെ ഇപ്പം പ്രവർത്തനം ഉണ്ടാന്ന് അറിയാൻ വയ്യ. ആരെയും കാണുന്നില്ല ഇവിടെ. കണ്ടോ, അനാക്കോണ്ട ഇതൊക്കെ വെച്ചിരിക്കുന്നു. 12D സിനിമ ആൻഡ് ഹൊറർ ഹൗസ്. പുറത്താരെയും കാണുന്നില്ല. ഇനി അകത്ത് ഷോ നടക്കുന്നുണ്ടോ എന്ന് അറിയാൻ വയ്യ. എന്നാലും നമുക്ക് ഇങ്ങോട്ട് നടന്ന് കാണാം. ഇവിടെയും അത്യാവശ്യം വലിയ ബസ്സൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇങ്ങോട്ടേക്ക് കയറി കഴിഞ്ഞാൽ ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യക്കുറവായിരിക്കും എന്ന് കരുതി ഞങ്ങൾ വന്ന വാഹനമൊക്കെ കുറച്ച് പുറകിലായിട്ട് പാർക്ക് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് നടന്നു വന്നത്. ഇവിടെ ഒരു ലേക്കൊക്കെ ഉണ്ട്. നല്ല അടിപൊളി സൈറ്റ്. സ്വിറ്റ്സർലൻഡ് പോലെയൊക്കെ നമുക്ക് തോന്നിപ്പോകുന്ന സ്ഥലം. കൊള്ളാം, നല്ല ഭംഗിയുണ്ട്. എന്തായാലും ടൂറിസം വകുപ്പ് ഇവിടെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. നല്ല ഇരിപ്പിടങ്ങളും അതുപോലെ തന്നെ വാച്ച് ടവറുകളും ഒക്കെ നിർമ്മിച്ചിട്ടുണ്ട്. എന്തായാലും കൊള്ളാം, നല്ല അടിപൊളി സ്ഥലം. ഇനി അങ്ങോട്ടുള്ള കാലവും ഇങ്ങനെ തന്നെ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ കഴിഞ്ഞാൽ നന്നായിരിക്കും എന്ന് തോന്നുന്നു. ഇനിയും കൂടുതൽ ഡെവലപ്മെൻറ്റ്സ് ഇവിടെ വരാനാണ് സാധ്യത. കാരണം അത്രത്തോളം കാഴ്ചക്കാർ ദിനം പ്രതി വാഗമണിലേക്ക് വരുന്നുണ്ട്. ഇതിനകത്തേക്ക് പ്രവേശനമില്ല. ഇവിടെ മുള്ളുവേലി വെച്ച് തിരിച്ചിട്ടുണ്ട്. അപ്പം അവിടെ എന്തൊക്കെയോ അറ്റകുറ്റപ്പണികൾ നടക്കുന്നത് കൊണ്ടായിരിക്കും ഇവിടെ മുള്ളുവേലി വെച്ച് തിരിച്ചിരിക്കുന്നത്. കുറച്ച് നാളായിട്ട് ഇവിടെ ഉപയോഗിക്കത്തില്ലെന്ന് തോന്നുന്നു. കാരണം ധാരാളം പുല്ല് പിടിച്ച് കിടക്കുന്നു അതിനകത്തൊക്കെ. ചെറുതായിട്ടൊന്ന് ഫോഗ് ഇറങ്ങി കേട്ടോ. നടക്കാനാണെങ്കിൽ ഇവിടെ ഒരുപാടുണ്ട് കേട്ടോ. എത്ര നടന്നാലും തീരാത്ത ഏരിയ കിടക്കുന്നു. ഇതിനകത്തേക്ക് കയറിയിട്ട് ആ ലേക്കിൻ്റെ വിഷ്വലൊന്ന് കിട്ടുമെന്ന് നോക്കാം. ഇവിടെ നിന്ന് അത്ര ഭംഗിയായിട്ട് കിട്ടുന്നില്ല. പക്ഷേ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള മലനിരകൾ സൂപ്പറാണ്. ഇങ്ങോട്ട് നോക്കിയാലും നല്ല പ്രകൃതി മനോഹരമായ സ്ഥലങ്ങളാണ്. അപ്പോൾ നമുക്ക് മടുപ്പ് തോന്നുന്നില്ല. കൊള്ളാം. ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് കുറച്ച് വെയിലൊന്ന് താഴ്ന്നു കേട്ടോ. അതുകൊണ്ട് നല്ല തണുത്ത കാറ്റടിച്ചപ്പോഴത്തേക്ക് നല്ല സുഖമുണ്ട്.
ഇതുവഴി ഇങ്ങനെ നടക്കാം. ബൈക്കുമായിട്ട് വരുന്നതിന് സുഖം കേട്ടോ. ബൈക്കുമായിട്ട് വന്നു കഴിഞ്ഞാൽ എല്ലായിടത്തും ഇങ്ങനെ ഓടിച്ച് കാണാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഇവിടെ ബൈക്ക് ചിലപ്പോൾ റെൻറ്റിന് കിട്ടുമായിരിക്കും, അതെടുത്താലും മതി. റോഡൊക്കെ എന്തോ ചില സ്ഥലങ്ങളിലൊക്കെ കല്ലൊക്കെ ഇങ്ങനെ മാറ്റി ഇട്ടിരിക്കുന്നത് കേട്ടോ. എന്താണ് കാര്യം എന്നറിയില്ല. പുതുക്കിപ്പണിയിൽ നടക്കുന്നോന്നറിയാൻ വയ്യ. കണ്ടോ, അവിടെ നിന്നാണ് നമ്മൾ നടന്നു വന്നത്. നല്ലൊരു ഏരിയ കേട്ടോ, നല്ല തണുപ്പുണ്ട്. കണ്ടോ, അവിടെയൊക്കെ കയറി പോവാം. ഇതിനകത്തേക്കൊന്ന് കയറാം. ഇത് സിബ് ലൈനിൻ്റെ എൻഡ് പോർഷനാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഈ ലേക്കിന് മുകളിലാണത് സ്ഥാപിച്ചിരിക്കുന്നത്. അതിൻ്റെ മേളിലേക്ക് കയറി അവിടെ നിന്നുള്ള വിഷ്വൽ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഓഫ്, അടിപൊളി. ഇതിനകത്ത് നിങ്ങൾക്ക് എത്രത്തോളം ഭംഗിയുണ്ടെന്ന് അറിയാൻ വയ്യ, പക്ഷേ നേർക്കാഴ്ചയിൽ ഒരു രക്ഷയില്ല. സൂപ്പർ, കണ്ടില്ലേ? ബോട്ടിങ്ങൊക്കെ ഉണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് അങ്ങോട്ട് പോവാം. ഇത് കുട്ടികളുടെ അഡ്വഞ്ചർ പാർക്കില്ലേ, അതിൻ്റെ ആ ഭാഗത്തു നിന്നാണ് സിബ് ലൈനിൽ കൂടെ ഒഴുകി ഇവിടെ വരുന്നത്. അപ്പം ഇവർ ഇവിടെ പിടിച്ചിറക്കും. ഇതിനെ ഒരു ലേക്ക് എന്ന് പറയാൻ പറ്റൂല, ശരിക്കും ഇതൊരു ഡാമാണ് കേട്ടോ. ഞാൻ ഇത്രയും സമയം ലേക്ക് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. വഴി സിബ് ലൈനിൽ കയറുന്നതിന് 350 രൂപയാണ് കേട്ടോ. ഇപ്പം തിരക്കില്ല, തിരക്ക് വരും. തിരക്കുള്ളപ്പോഴത്തേക്ക് നല്ല തിരക്കാണെന്നാണ് അവർ പറയുന്നത്. എന്തായാലും ഞാൻ അതിൻ്റെ അകത്ത് കയറുന്നില്ല. കയറുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരുപാട് ക്യാഷുമായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ഇവിടെ 2-3 ദിവസം നിന്നിട്ടേ എല്ലാത്തിനും കയറി ഇവിടുത്തെ പ്രകൃതി ഭംഗി, ഇവിടുത്തെ ഒരു ആംബിയൻസ് ആസ്വദിച്ചുകൊണ്ട് നമുക്ക് തിരിച്ചു പോവാം. ഓക്കെ, അങ്ങനെ ഞാൻ നടന്ന് ബോട്ടിങ്ങിൻ്റെ അവിടെ എത്തി. അപ്പം അതിനുള്ള റേറ്റാണ് ഈ എഴുതിയിരിക്കുന്നത്. ഇതാണ് ടിക്കറ്റ് റേറ്റ്. നമ്മൾ ആദ്യം കണ്ട കുട്ടികളുടെ ഒരു പാർക്കില്ലേ, അവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്ക് ഒരു ബ്രിഡ്ജ് കണ്ടില്ലേ, അതാ ദേ ഈ മേളിൽ കാണുന്നത്. അവിടെ നിന്നുള്ള നീരുറവ് നേരെ ഈ ഡാമിലേക്കാണ് വരുന്നത്. നല്ല കാറ്റുണ്ട് ഇവിടെ. ബോട്ടിങ്ങിന് വരുന്നവർക്ക് ഇവിടെ കയറിയിരിക്കാം, സമയമാകുമ്പം ഇറങ്ങിയാൽ മതി. ഇവിടേക്ക് ഒന്ന് ജസ്റ്റ് ഇരിക്കാം. ഈ ഡാമിൻ്റെ പശ്ചാത്തലത്തിൽ ഈ പച്ചപ്പ് നിറഞ്ഞ കുഞ്ഞു മലകൾ കാണാൻ നല്ല ഭംഗി. ജസ്റ്റ് ഇവിടെ വന്നപ്പോഴത്തേക്ക് ഒന്ന് ഇരുന്നിട്ട് പോകാമെന്ന് കരുതി. നല്ല സുഖമുണ്ട്, തണുത്ത കാറ്റൊക്കെ ഉണ്ട്. ഇത്രയും സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഇതിലൊക്കെ നമുക്ക് കയറി ആസ്വദിക്കാം. അപ്പോൾ ഞാൻ അവിടെ നിന്ന് തിരിച്ച് നടന്ന് ഇവിടെ കുറേ സ്ഥലമൊക്കെ വേലി വെച്ച് തിരിച്ചിരിക്കുന്നത്, അങ്ങോട്ട് കയറാൻ പറ്റത്തില്ലെന്ന്. അപ്പോൾ അവിടെയൊന്നും പോയി കാണാൻ പറ്റിയില്ല. എന്നാലും കൊള്ളാം, കുറേ സ്ഥലങ്ങളൊക്കെ നടന്ന് കണ്ടു. ഞാൻ ബോട്ടിങ്ങിൻ്റെ അവിടെ അതുവരെ പോയുള്ളൂ. പിന്നെ അങ്ങോട്ട് പോകാൻ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, വേറെ ആരെയും കാണുന്നില്ല. പിന്നെ അങ്ങോട്ട് പോയില്ല. അപ്പോൾ നമ്മളെ കൂടെ വന്നവരൊക്കെ അവിടെ നിൽക്കുന്നു. അപ്പോൾ ഇനി അങ്ങോട്ട് പോവുകയാണ്. അവിടെ ചെന്നിട്ട് വേറെ എങ്ങോട്ടെങ്കിലും പോയി കാണാൻ ഇനി ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ അതും കൂടെ കാണിച്ചു തരാം. ഇവിടെ എന്തോ പ്രോഗ്രാമുകളൊക്കെ നടത്തുന്ന ഒരു സ്ഥലമായിരുന്നു തോന്നുന്നു. ഇപ്പോൾ എന്തായാലും പ്രോഗ്രാമൊന്നുമില്ല. ഇവിടെ ഒരു ഗ്യാലറിയൊക്കെ പണിതിട്ടിട്ടുണ്ട്. ഈ അടുത്തൊന്നും ഇവിടെ പ്രോഗ്രാം നടന്ന ലക്ഷണം കാണുന്നില്ല, കാരണം ഒരുപാട് പുല്ലും ചെടിയൊക്കെ പൊടിച്ച് കിടക്കുന്നുണ്ടോ. എന്തായാലും കൊള്ളാം, നല്ലൊരു സ്ഥലമായിരുന്നു. ഇപ്പോൾ ഒരു പട്ടി മാത്രം അവിടെ കിടന്നു പോകുന്നു.
അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പതിയെ ചലിക്കാം, അടുത്ത സ്ഥലത്തോട്ട് പോകാം. അങ്ങോട്ട് നടന്നു പോയപ്പോഴത്തേക്ക് ഈ സ്ഥലം കണ്ടായിരുന്നു. പിന്നെ അവിടെ പോയിട്ട് വന്നിട്ട് ഇങ്ങോട്ട് കയറാമെന്ന് കരുതി. കൊള്ളാം, ഇവിടെ വന്നിങ്ങനെ ഇരിക്കാൻ കൊള്ളാം. ആ ഒരു മലനിരകളുടെ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് നമുക്കിവിടെ ഇരിക്കാം കേട്ടോ. ചിലപ്പോൾ അതിനായിരിക്കും അവരിങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. കണ്ടിട്ടൊരു പ്രോഗ്രാം സ്ക്വയർ പോലെയാണ് എനിക്ക് തോന്നിയത്, അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ചിലപ്പോൾ ആയിരിക്കും. ഒരു ടീം കൂടെ വന്നിട്ടുണ്ട്, അടിച്ചുപൊളി പാട്ടൊക്കെ ഇട്ടു. ടൊൾഡി സിനിമ ആൻഡ് ഹൊറർ ഹൗസിൽ കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് സമയമുണ്ടെങ്കിൽ ഇതിനകത്ത് കയറിയിട്ട് ആ ഒരു ടൊൾഡിയുടെ എഫക്റ്റ് എങ്ങനെയുണ്ടെന്ന് ആസ്വദിക്കുന്നത് നല്ലതായിരിക്കും. എല്ലാവർക്കും അതൊരു ഇത് ആസ്വദിച്ചിട്ടില്ലാത്ത ആൾക്കാർക്ക് അതൊരു വേറിട്ട അനുഭവമായിരിക്കും. അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ വാഗമണിലെ മറ്റു കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്മകൾ നേരുന്നു. താങ്ക് യു.